കേരളത്തോടൊപ്പം വോട്ടെണ്ണൽ നടന്ന മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായി തമിഴ്നാട്ടിൽ ഇന്ന് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റു. ബംഗാളിൽ മുഖ്യമന്ത്രിയായി BJP നേതാവ് സുവേന്ദു അധികാരി ഇന്നലെ അധികാരമേറ്റു. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അസമിൽ മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ വീണ്ടും അധികാരമേൽക്കും എന്ന കാര്യത്തിലും ഉറപ്പായിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 7ാം നാളിലും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. അനുനയ നീക്കത്തിന് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങാതിരുന്നതോടെ തീരുമാനം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് വിടുകയായിരുന്നു. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുകയാണ്. ഡൽഹി ചർച്ചയ്ക്ക് ശേഷം VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും നാട്ടിലെത്തി. ചർച്ച നീണ്ടതിൽ ജനമനസ്സിൽ അതൃപ്തിയെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. സംതൃപ്തി നന്നായിട്ടുണ്ട്. വളരെ ശുഭോദർക്കമായ ചർച്ചയും തീരുമാനമാണ്. തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനം ഉണ്ടാവും. ഇത്ര നേരത്തെ ഉണ്ടാവും ഞാൻ കരുതുന്നു. അത് പറയുന്നില്ല. അല്ല, ഞങ്ങൾ അതൊക്കെ അവരാണ് ഹൈക്കമാൻഡാണ് പറയേണ്ടത്. തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഖാർഗെജിയും രാഹുൽജിയാണ്. ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ടതല്ലേ. ഇനി എന്തെങ്കിലും മാനദണ്ഡം പരിഗണിക്കപ്പെടുന്നു? മാനദണ്ഡമൊക്കെ അവരുടെ മുമ്പിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പരിഗണിക്കും. ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘടകകക്ഷികളായിട്ട് അതൊക്കെ അവരാ തീരുമാനിക്കേണ്ടത്. താങ്ക് യു. ഇന്നുണ്ടാവും പ്രതീക്ഷിക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. പുതുതലമുറ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. 2011 അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരികയല്ലേ. പഴയ തലമുറ മുഴുവനായിട്ട് മാറി പുതിയ തലമുറ വരുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. പഴയൊരു സെറ്റ് മുഴുവൻ അങ്ങ് മാറുകയല്ലേ. K കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി ആന്റണിയുടെ കാലത്തൊന്നും തർക്കങ്ങളില്ലാതെ അന്ന് അവർക്ക് അന്നത്തെ ലീഡർഷിപ്പാണ്. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസ്സിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുമ്പ് മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ, K മുരളീധരൻ എന്നിവരുടെ അഭിപ്രായം നേതൃത്വം തേടിയേക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത VG ചേരുന്നു. വിനീത, ഇന്നലെ 3 മണിക്കൂർ നീണ്ട ചർച്ചയിലും മൂന്നിലൊരാളെ നിശ്ചയിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് എന്തെന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 നേതാക്കൾക്കും വ്യക്തമായതുമില്ല. ഇപ്പോൾ ഈ ചർച്ചയെ തുടർന്ന് തീരുമാനമെടുക്കുന്നതിന് മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവരാണ് ഇനി ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അവർ തീരുമാനമെടുക്കും മുമ്പ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നും അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഘടകകക്ഷി നേതാക്കൾ, മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ എന്നിവരുടെ അഭിപ്രായം തേടിയേക്കും എന്നും സൂചനകളുണ്ട്. നേരത്തെ കോൺഗ്രസ് നിരീക്ഷകർ, സംസ്ഥാനത്തെത്തിയ ഹൈക്കമാൻഡ് നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കിനും അവർ AK ആന്റണിയെയും VM സുധീരനെയും ഒക്കെ കണ്ടതാണ്. അവർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നതുമാണ്. വീണ്ടും അത്തരത്തിൽ ഒരു അഭിപ്രായം തേടൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വിനീത. ദിലീപ് കുമാർ, ഈ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം അത് ഒന്നുകൂടി തേടിക്കൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്ന നിലയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നിരീക്ഷകരെത്തി ഈ നേതാക്കളുടെ ഒക്കെ തന്നെ അഭിപ്രായം തേടിയതാണ്. ഇന്നലെ വീണ്ടും 3 മണിക്കൂറോളമാണ് മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ആ ചർച്ചകൾ നീണ്ടുപോയത്. അതിൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല നേതാക്കളുമൊക്കെയായി സംസാരിക്കുമ്പോഴും നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവരവരുടെ ഭാഗങ്ങൾ, അവരവരുടെ വാദങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ 3 നേതാക്കളും വലിയ സംതൃപ്തിയിൽ തന്നെയാണ് ഉള്ളത്. ഈ ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമ തീരുമാനം അത് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു ആത്മവിശ്വാസവും ഈ 3 നേതാക്കൾക്കുമുണ്ട്. പക്ഷേ ഇതിൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് മാനദണ്ഡമാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതിൽ തന്നെയാണ് ഒരു ആശയക്കുഴപ്പമുള്ളതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയുടെ അടക്കമുള്ള ഒരു അഭിപ്രായം ഈ ഘട്ടത്തിൽ തേടാനായി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത്
രാഹുൽ ഗാന്ധി ഇപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത്. അദ്ദേഹം മടങ്ങിയെത്തിയാൽ സോണിയാഗാന്ധിയുമായും ഒരു ചർച്ചയിലേക്കടക്കം നീങ്ങുമെന്നുള്ള ചില സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടുന്നതിനൊപ്പം തന്നെ AK ആന്റണിയെ പോലുള്ള കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു അഭിപ്രായം കൂടി ഒരു അന്തിമഘട്ടം എന്ന നിലയിൽ അവരുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ടായിരിക്കും ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുക. ഒരുപക്ഷെ ഒരു പ്രഖ്യാപനം അത് നാളെ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടിയൊക്കെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതിങ്ങനെ അധികം വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നേരത്തെ തന്നെ നിരീക്ഷകർ വ്യക്തമാക്കിയതുമാണ്. ഇന്നലെ 3 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലും ഈ 3 പേരിൽ മുഖ്യൻ ആരെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ എല്ലാ വശവും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ പിന്തുണയടക്കമുള്ള കാര്യമുണ്ട്. അത് അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചതാണ്. അത് ഹൈക്കമാൻഡും ഇന്നലെ ഈ ഇരു നേതാക്കൾക്ക് മുന്നിലും ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ സീനിയോറിറ്റി പരിഗണിക്കണമെന്നൊരു ആവശ്യം രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ഒരു പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായവും കൂടി പരിഗണിക്കണമെന്ന VD സതീശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുക എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് നേരിട്ട് അത് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു റിലീസ് എന്ന നിലയിൽ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൂടെ അത് നൽകാനോ ഒക്കെയുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഏതാണെങ്കിലും അത് വൈകി പോയി എന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. അത് അഭിപ്രായങ്ങൾ കൂടി നിലനിൽക്കെ വളരെ പെട്ടെന്ന് തന്നെ സോണിയാഗാന്ധിയും ഒക്കെയായി ചർച്ച നടത്തി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.